എല്ലാവരും ഒരു ഹൈ പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ തുറത്തഹ്മൻ എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 175 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം ഡീറ്റെയിൽസ് എല്ലാവരും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. സിയോനെ കാത്ത് അവനവിടെ വന്ന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അവനോട് ഇരിക്കാനായിട്ട് പറഞ്ഞു. മാസ്റ്റർ വന്നിരുന്നു. എൽഡർ ലിന്ന് പറയാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചത് ഫാളിംഗ് സ്റ്റാർ പൗലിൽ നിന്നുള്ള ഒരു പ്രപ്പോസൽ, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. മറ്റൊരു എൽഡർ സോൾ ഹാൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. ഇപ്പോൾ യാവച്ച വന്നതോടെ ഫാളിംഗ് സ്റ്റാർ പൗലിയ സ്ട്രോങ് ആയി അപ്പോ എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു എൽഡർ ഈഗോ ഉള്ള ഒരാൾ, മൊരട്ട് ഈഗോ ഉള്ള എൽഡർ അങ്ങനെ ആണെങ്കിൽ പിൽ ടവർ വിട്ട് നീ പോയി ചേരി. അയാളുടെ നിലപാടുന്നത് പിൽസ് പഗോഡ പണ്ട് ഫോം ആയപ്പോൾ മുതലേ ഒരു റൂളുണ്ട്, എല്ലാ സൈഡ് ന്യൂട്രലായിട്ട് മാത്രമേ നിൽക്കാവുന്നത്, അത് ഫോളോ ചെയ്യണം. സോൾ ഹാള് എന്ത് തന്നെ കാണിച്ചാലും ശരി തന്നെ എന്ന സംസാരമാണ് അയാൾക്ക്. അലയാകാൻ ഒരു താല്പര്യമില്ല. അപ്പോഴാണ് മറ്റൊരു എൽഡർ ആദ്യം അവർ കൊണ്ടുവന്ന പ്രപ്പോസൽ നോക്കട്ടെ. ശിവാനെ ഹറ്റിനു മുൻപ് ഒരു കാര്യം, ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാടധികം ആൽക്കമിസ്റ്റ് സോൾ ഹാള് കൊന്നു കളഞ്ഞു. ഇനിയും പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ അവരെ സ്റ്റോപ്പ് ആക്കണം. അപ്പോഴേക്കും ഈഗോ ഉള്ള ആൾക്ക് പറ്റുന്നില്ല. റൂൾസ് ആണ്. ഈ സോൾ ഹാൾ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ റൂൾസ് അത് ഫോളോ ചെയ്യണം. സിയോനെ പോലെ പിൽസ് പഗോഡയ്ക്ക് വെളിയിൽ ഒരുപാട് ആൽക്കമിസ്റ്റ് ഉണ്ട്. അവരാണ് സോൾ ഹാളിന്റെ കൈ കൊണ്ട് ഡെഡ് ആകുന്നത്. അതിന് അയാൾ പറയുന്നത് 14 കണക്കിന് ആൽക്കമിസ്റ്റ് അവർ കുറച്ചുപേര് ചത്തെന്ന് പറഞ്ഞ് അത് പിൽസ് ടവറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതേട്ട് അവർക്ക് എന്തോ പോലെ. ഷിയോയനപ്പോൾ തിരിച്ച് പിൽസ് പഗോഡ ആൽക്കമിസ്റ്റിന്റെ തന്നെ ഹാർട്ട് പ്ലേസ് ആണ്. ഇവിടെ കയറാനായിട്ട് നോക്കുന്ന അത്രയും പേര്. നിങ്ങളുടെ ഈ സംസാരം ഇങ്ങനെയാണെങ്കിൽ ആൽക്കമിസ്റ്റ് ഈ പിൽസ് പഗോഡയുള്ള എല്ലാ ഫീലിങ്സും ഡിസർവ് ചെയ്യുന്നില്ല. അവരുടെ വഴക്ക് പോലെ ആകുന്ന ടൈം വേറെ എൽഡർ ഈ പിൽസ് പഗോഡ രണ്ട് സൈഡ് ന്യൂട്രലായിട്ടാണ് നിൽക്കുന്ന ആൽക്കമിസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത്. അങ്ങനെയെങ്കിൽ അവർക്ക് എന്ത് പ്രൊട്ടക്ഷനായിട്ടാണ് നിങ്ങൾ കൊടുത്തത്? അവരുടെ വാർഡന് പോയി പിൽസ് പഗോഡ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൗഡ് സ്റ്റാറ്റസ് എല്ലാം നഷ്ടമാകും. നിങ്ങളോടുള്ള വിശ്വാസം അവര് നഷ്ടപ്പെടുത്തി എന്താ പറയുകയാണ്. പിൽസ് പഗോഡയുള്ള വിശ്വാസം ആൽക്കമിസ്റ്റ് നഷ്ടമായ പിന്നെ എന്തിനാണ് പിൽസ് പഗോഡ എന്ന പേരിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷിയോനാകെ കലിപ്പായി. അയാൾ കലിപ്പ് മിണ്ടാതിരിക്കാനായിട്ട് എൽഡർ ലിന് യാവച്ച നിന്റെ ഡിസിപ്ലിന് പിൽസ് മാത്രമല്ല പറയുന്ന വാക്കുകൾ ഷാർപ്പാണല്ലോ, യങ്സ്റ്റേഴ്സ് അല്ലേ എന്ന് തിരിച്ച് റൂൾസ് വെച്ച് വോട്ട് ഇടാനായിട്ട് പറയാണ്. സപ്പോർട്ട് ചെയ്യുന്നവര് അവരെല്ലാം കൈവയ്ക്ക് 4 പേര്, മറ്റേ അതില് ഒരാള് ഒക്കെ എന്നാ വിരട്ടുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ടൈ ആണ്. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങി. എന്നാ അപ്പോഴാണ് കണ്ണാടി വെച്ച ഒരു എൽഡർ ഹാൻഡ് വെക്കുന്നത്. കൂടെ പറയുന്നുണ്ട് ഗുൻക്ലാൻ ഒരുപാട് സോൾ റിഫൈൻ ചെയ്യുന്നു, അത് ആൽക്കമിസ്റ്റിന് അവരുടേതാണ്, ഇനി അത് അനുവദിക്കില്ല. മറ്റേ ആൾ കൈവക്കി എന്റെ സീനിയർ ഗുൻക്ലാനിൽ സ്പൈ ആയിട്ട് പോയ ടൈം മനസ്സിലായിരുന്നു. അവരുടെ സ്ട്രെങ്തും അത് വിചാരിക്കുന്നതിൽ അപ്പുറമാണ്. മറ്റേ തടിയുള്ള ആള് ചേർന്ന് അങ്ങനെ ഭൂരിഭാഗം ഷിയോയിന് അനുകൂലമായി മാറുകയാണ് ഉണ്ടായി. ഷിയോയിനോട് മുടയുള്ള എൽഡർ നീ കാരണം ഇത് റോയിനായി, എൽഡർ ലിന്ന് ഞാൻ സപ്പോർട്ട്. അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഫാളിംഗ് സ്റ്റാർ പൗലിന്റെ അലയൻസ് ആയിട്ട് പിൽസ് പഗോഡ ചേർന്ന്. എൽഡർ ലിന് ടെൻഷനുണ്ട്. ഇങ്ങനെ ചെയ്ത് അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ അതിന് ആഫ്റ്റർ എഫക്റ്റ് വലുതാണ്. ഷിയോനപ്പോൾ ഉറപ്പായിട്ടും ഈ വാർ കൊണ്ട് അവസാനിപ്പിക്കും. പിൽസ് പഗോഡയ്ക്ക് ഒന്നും വരാതെ നോക്കാം. പിന്നെ 3 ഡേയ്സ് കഴിഞ്ഞ് ഫാളിംഗ് സ്റ്റാർ പൗലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഒഫീഷ്യലായിട്ട് അലൈസ് ആകാം. ബേണി ഫ്ലെയിം വാലി ഫ്ലവർ സെക്ട് പിൽസ് പഗോഡ കൂടി ചേർന്ന് അലൈസ് ഫോം ആക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ വരാം എന്ന് പറയുകയാണ്. 3 ഡേയ്സ് കഴിഞ്ഞ് പിന്നെ ഫാളിംഗ് സ്റ്റാർ പൗലിൻ അവിടെ ഉള്ളവരെല്ലാവരും ചേർന്ന് അങ്ങോട്ട് വരാനുള്ള സ്പേസ് ഗേറ്റ് അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവരെ കാത്തു നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ബേണി ഫ്ലെയിം വാലിയിൽ വരികയാണ്. കുറച്ചു നേരം ആയില്ലേ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുകയാണ്. യാവച്ചൻ നീ ചത്തില്ലേ? അവർ വെൽക്കം ചെയ്യുന്നു. തന്ന പിൽസ് എങ്ങനെയുണ്ട്? നിന്റെ ഡിസ്പ്ലേ കൊള്ളാനാ ഫുൾ ഓക്കെ. സിയോനോട് അന്ന് ഞാൻ പറഞ്ഞത് നീ നോക്കുന്നുണ്ടോ കെട്ടിക്കാനായിട്ട്? അവൾക്ക് എന്താ പോലെ അങ്ങോട്ട് പിന്നെ പിൽസ് പഗോഡ എത്തി. നീയും വന്നോ? അന്ന് പിൽസ് ചോദിച്ചിട്ട് തന്നില്ലല്ലോ, അതിന് തിരിച്ച് ഞാൻ പേഴ്സണലായിട്ട് എങ്ങനെ തരിക? ഇനി പറ. വേണ്ട പിൽസ് ഞാൻ തരാം. അയ്യോ അതൊന്നും വേണ്ട, ചുമ്മാ പറഞ്ഞതാ. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായി ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. ഫ്ലവർ സെറ്റ് വന്നില്ലല്ലോ എന്ന് പറയാ മാസ്റ്റർ. അപ്പോൾ ഞാൻ കരുതി ഹവർ എന്ന് പറയുമ്പോൾ തന്നെ വൈകി പോയോ യാവച്ച് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരികയാണ്. ഫ്ലവർ സെക്റ്റിലെ ഫെറീഷയും യുൻഷിയും വരുന്നുണ്ട്. അങ്ങോട്ട് വന്ന് യാവച്ചന് വേണ്ടി വന്നല്ലോ എന്ന് പറയുമ്പോൾ പോയേ. സോൾ ഹാള് നമ്മളെ കാണുന്നത് വീക്കായിട്ടാണ്, അത് മാത്രം മാറ്റണം എന്ന് യാവച്ചനോട് പറയുന്നുണ്ട്. എന്നാൽ ഇഷ്ടപ്പെടാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്ന അവർക്കിടയിൽ ഈഗോയിട്ട് മാറുകയാണുണ്ടായി. എല്ലാവരും ഒരു സ്റ്റെപ്പ് ബേക്കിലേക്ക് ഇറങ്ങി. അറിയാലോ പെണ്ണ് തന്നെ ശിവേനപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കോൺഫറൻസ് കൂടാം കിട്ടിയില്ലോടാ. അത് കഴിഞ്ഞ മീറ്റിംഗ് എല്ലാവരും വന്നതിൽ സന്തോഷം പറയുകയാണ്. ഫ്ലവർ സെക്റ്റിന് ഷാമിങ് സെറ്റ് കാരണം ഉണ്ടായതും പിൽസ് പഗോഡയുടെ ഒരുപാട് ആൽക്കമിസ്റ്റ് സോൾ ഹാൾ കാരണം ഉണ്ടായതും ബേണി ഫ്ലെയിം വാലിയിലെ ആൾക്കാരെ അൺനോൺ ആയവരുടെ അറ്റാക്ക്, പിന്നെ ഫാളിംഗ് സ്റ്റാർ പൗലിന്റെയും മിങ്കി അലയൻസ് കാരണം ഡിസ്ട്രോയ് ആകുന്ന രീതിയിലെത്തി. നിങ്ങൾക്ക് മറ്റ് സെക്റ്റുമായിട്ടുള്ള പേഴ്സണലുള്ള കാര്യങ്ങൾ കണക്ഷൻസ് ഇതുമായിട്ടൊരു കുഴപ്പമില്ല. എല്ലാവരും ഈക്വലാണ്. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എല്ലാവരെയും സേവ് ചെയ്യണം. ഫുഡ് ക്ലാൻ മുഴുവനായിട്ട് സ്റ്റോപ്പ് ആകണം. ഒരുപാട് എല്ലാം ഫേസ് ചെയ്യണം. അവരെല്ലാവരും സമ്മതിക്കുകയാണ്. എന്നാൽ ഫെറിഷിങ് യാവച്ച നീ സൈലന്റ് ആയിരിക്കുന്നു. നീ കരുതുന്നുണ്ടോ നീ കൺട്രോൾ ചെയ്യുന്നത് വേറെ ആൾക്ക് കൊടുത്തിട്ട് എസ്കേപ്പ് ആകാമെന്ന്? ഞാൻ ഇപ്രാവശ്യം സമ്മതിക്കില്ല.
പിൽസ്പഗോഡയ്ക്ക് പേഴ്സണലായിട്ട് പറ്റില്ല എന്ന ആൽക്കമിസ്റ്റ് അവരെ ഓർക്കുമ്പോൾ അവർക്ക് എങ്ങനെ തടയാൻ കഴിയും? ഷിയോയിനതിന് 4 വർഷം നമ്മുടെ അലയൻസ് ഫോം ആയതിനു ശേഷം ഓരോ ആൽക്കമിസ്റ്റ് സ്വന്തമായിട്ട് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാക്കിയെടുക്കും. അവരെല്ലാം നമ്മുടെ അലയൻസ് ജോയിൻ ആകും, പ്രൊട്ടക്ട് ചെയ്യും. അത് കേട്ട് എൽഡർലിനെ ഹാപ്പി ആയിട്ട് സമ്മതിച്ചു. അപ്പോൾ തന്നെ ഫെറിസിന് ഇത് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഒരു ലീഡർ വേണം. അപ്പോൾ ശിവാനി സ്വന്തമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ അയ്യോ, ഞാനല്ല ഇത്ര വലിയ അലയൻസിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിയില്ല. പിന്നെ ഫോയിൻ അയാൾ ഹോട്ട് ടെമ്പേർഡാണ്, ഇങ്ങനെ ഒരു അലയൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നുള്ളത് എൽഡർലിനാണ്, പിന്നെ യാവച്ചനും. എന്തൊരു എക്സ്പ്രഷൻ! എൽഡർലിൻ. അപ്പോൾ ഇങ്ങനെ ഒരു അലയൻസ് കൊണ്ടുപോകാനുള്ള കപ്പബിലിറ്റി ഒന്നും എനിക്കില്ല. സെൻട്രൽ ഫ്ലൈ നന്നായി ആൾ തന്നെ കാണാം, വിറ്റാലിറ്റി ഇല്ല. ഞാൻ അതിന് യോജിച്ചതല്ല. അപ്പോൾ പിന്നെ യാവച്ച മാത്രമേ ഉള്ളൂ, അവനെ ആക്കാം എന്ന് പെട്ടെന്ന് പറയുകയാണ്. യാവച്ചൻ തന്നെ ലീഡർ ആകട്ടെ എന്ന് പറയുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. ഓരോരുത്തരായിട്ട് സമ്മതിച്ച് യാവച്ചൻ ഷോക്ക്. കാരണം യാവച്ചൻ അങ്ങനെ ഒന്നും മുൻപ് ഒന്നിങ്ങനെ നിന്നിട്ടില്ല. മാക്സിമം എസ്കേപ്പായിട്ട് പോകാനേ നോക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെ പോകുമെന്ന് എനിക്കത് കാണണം എന്ന് ഫെറിസിന് മനസ്സിലായി. യാവച്ചപ്പറ്റി നിങ്ങളുടെ വിശ്വാസം നല്ലൊരാൾ വരുന്നതുവരെ ഞാൻ ചെയ്യാനപ്പോൾ നമുക്കിന്ന് പേരാണ് വേണ്ടത്. ഫോയിനപ്പോൾ ഒരു കിട്ടിലം പേരുണ്ട്, ഹാൾ ഓഫ് നോബിൾ സ്പിരിറ്റ്. ഈശ്വര, ഈ പേര്. എൽഡർലിനപ്പോൾ നമ്മുടെ എനിമി സോളുകളാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഹെവൻലി മാൻഷൻ എന്ന പേരിട്ട് അവരങ്ങനെ അത് ഫോം ആയപ്പോൾ ആണ് ഹെവൻലി മാൻഷനോ കൊള്ളാലോ പേര് എന്ന ഇത് വെച്ച് നമ്മളെ ഇല്ലാതാക്കാന്നാണോ എന്ന് സോൾ ഹാളിന് ഒരുത്തങ്ങോട്ട് വരികയാണ്. സോൾ ഹാളിനെ കണ്ടത് അവർ ഷോക്കായി പോയി. അവനെ ചീത്ത വിളിക്കുമ്പോൾ എന്നെ നിങ്ങൾ സോൾ ഹാളിലെ വൈസ് ക്യാപ്റ്റൻ എന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നത് ടൂഷിയൻസിൻ്റെ ജീടിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഒരു കാര്യം കാണിക്കുന്നു. കാണിച്ചത് അത് അവൻ്റെ അച്ഛനായിരുന്നു. അത് പണ്ട് കൊണ്ടുപോയതാണല്ലോ. അതുകൊണ്ട് അവൻ ഷോക്കായി പോയി. അത് തന്നിൻ്റെ നെക്സ്റ്റ് ഇയർ ഡെത്ത് ആനിവേഴ്സറി ആയിരിക്കും. അത് കേട്ട അവനൊന്ന് ദേഷ്യം അങ്ങേറ്റെത്തി. ആവച്ചപ്പോൾ കൂളായിട്ട് നിൽക്കാനായിട്ട് പറയുകയാണ്. അവന് കുറച്ച് സംസാരം നിനക്ക് തരാം എന്ന് എൻ്റെ അച്ഛന് തന്നതിന് ശേഷം, കാരണം അവൻ്റെ അച്ഛൻ ജീവനോട് ഉണ്ടെന്നതിന് തെളിവാണ് ഈ ടൂഷ്യൻസിൻ്റെ ജീട്. അഥവാ അങ്ങനെ തന്നില്ലേ ഇത് പീസായി കളയും. അവന് ദേഷ്യമെങ്കിലും ഞാൻ കാത്തിരിക്കാം. പിന്നെ ഈ അലയൻസിനെ കൊണ്ടൊന്നും സോളുകളിനെ തറക്കാൻ കഴിയില്ല. ചെയ്യാനപ്പോൾ കാണാം ഫ്ലവർ സെറ്റ് പിൽസ്ഫഗോഡ ബേണി ഫ്ലെയിം വാലി നിങ്ങളുടെ ആൾക്കാർ മരിക്കുന്നത് നിങ്ങൾ കാണാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയി. ചെയ്യാനപ്പോൾ നിങ്ങളെ ഒരുത്താൻ പോലും ഇവിടെ തന്നെ ഇല്ലാതാക്കിയിരിക്കുക. യാവച്ചനപ്പോൾ നമ്മൾ അലയൻസ് ഫോം ചെയ്ത് അവരറിഞ്ഞു. ഇനി എന്താണ് പ്ലാൻ? ചെയ്യുന്നതിന് നമ്മുടെ അലയൻസ് അത് വേൾഡ് മുഴുവൻ അറിയിക്കണം. അങ്ങനെയെങ്കിൽ ഒരുപാട് പേര് നമ്മളെ കൂടെ ചേരും. അവരോട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ ചേർക്കാനായിട്ട് നിങ്ങൾ നോക്കുക. സ്പിരിച്വൽ ഫാം ഹോഡ് കണക്റ്റാക്കി വെച്ചിരിക്കുക. അവരൊക്കെ അതിന് ശേഷം അവർ ചേർന്ന് അത് വേൾഡ് വൈഡ് എത്തിച്ചു. ഒരുപാട് പേര് മേജർ മൈനറായ ഒരുപാട് സെക്റ്റുകൾ ഒക്കെ വന്ന് ചേർന്നു. അവർ ചേർന്ന് അത് കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡായി പല ഭാഗത്തേക്ക് എത്തിയിരുന്നു. ഷിയോയിലെ മാസ്റ്റർ ഗവൺമെൻറ്റ്സ് ഇപ്പോൾ പോകുന്നത് എങ്ങനെയെന്ന് സംസാരിക്കുന്നുണ്ട്. സംസാരത്തിനിടയിൽ ഇനി സ്ട്രോങ് ആകണമെങ്കിൽ എനിക്ക് ആ ഹെവൻലി ഫ്ലെയിം വേണം, അതിനു മുൻപ് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കണം. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്കെ ബൈ.